Hello guys, today let's review this brand here. ഞാൻ ഈ ലാപ്ടോപ്പ് 6 മാസത്തോളമായി യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഇത്രയും നാൾ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു യൂസർ റിവ്യൂ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാം. ആസ് യു ഗൈസ് നോ, ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെങ്കിലും ഞാനിതിൽ ഗെയിം കളിക്കുന്നത് വളരെ കുറവാണ്. കൂടുതലും വർക്ക് ആവശ്യങ്ങൾക്കായിട്ടാണ് ഞാനത് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്ക് കഴിയില്ല. എന്നാലും ഞാനിത് വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് റിസർച്ച് ചെയ്തിരുന്നു. അപ്പോഴെല്ലാം ഗെയിമേഴ്സിന് ഇതൊരു നല്ലൊരു ബൈ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. പബ്ജി പോലുള്ള ഗെയിംസ് റൺ ചെയ്തപ്പോഴെല്ലാം നല്ല പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയിരുന്നത്. ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ഒക്കെ ലാപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ലാപ്പ് ഒരു ഗുഡ് ബൈ ആണ്. കാരണം ഓട്ടോകാഡ്, റെവിറ്റ്, സ്കെച്ചപ്പ്, ഫോട്ടോഷോപ്പ് എന്നീ സോഫ്റ്റ്വെയർ എല്ലാം ഒരു ലാഗുമില്ലാതെ റൺ ചെയ്യുന്നുണ്ട് ഈ ലാപ്പിൽ. എൻ്റെ കയ്യിലുള്ളത് മാറ്റ് ബ്ലാക്ക് കളറാണ്. ആൻഡ് ഡിസൈൻ്റെ ഭാഗമായിട്ട് ലാപ്പിൻ്റെ ബോഡിയിൽ ലെറ്ററിങ്സ് എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് ഓവറോൾ ഒരു റഗ്ഗഡ് ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സിൽവർ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മോഡേൺ നെയിമും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഇലുമിനേറ്റഡ് ലോഗോ ആണ് വരുന്നത്. ആൻഡ് അതിൽ കസ്റ്റമൈസ് കളർ ഓപ്ഷൻസും വരുന്നുണ്ട്. USB 3.2 സ്ലോട്ടും മൈക്രോ SD കാർഡ്, ഇഥർനെറ്റ്, ഹെഡ്ഫോൺ ജാക്ക് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടും ഇരുവശങ്ങളിലായി കൊടുത്തിരിക്കുന്നു. ബാക്ക് സൈഡിലായി DC ചാർജർ, HDMI 2.1 2 Type-C തണ്ടർബോൾട്ട് സ്ലോട്ടും കാണാൻ സാധിക്കും. ഈ ലാപ്പിൻ്റെ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ Intel i7 16GB റാം ആൻഡ് 1TB SSD സ്റ്റോറേജ് ആണ് വരുന്നത്. റാം അപ് ടു 32GB സ്റ്റോറേജ് അപ് ടു 2TB എക്സ്പാൻഡബിൾ ആണ്. NVIDIA GeForce RTX 4050 അതിൽ 6GB ഡെഡിക്കേറ്റഡ് VRAM ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 16 ഇഞ്ച് 400-500 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്ന IPS ആൻറ്റി ക്ലെയർ ഡിസ്പ്ലേ ആണ് ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. അതിൽ 165 Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. RGB LED ബാക്ക് ലൈറ്റ് ആയിട്ടുള്ള കീബോർഡാണ് ഇതിന് വരുന്നത്. അത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ആണ്. 720p HD ക്വാളിറ്റി ക്യാമറയാണ് ഈ മോഡലിന് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ലാപ്ടോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം, പ്ലാസ്റ്റിക് എന്നീ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം 2.8 കിലോഗ്രാം ഭാരം വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.2ഉം Wi-Fi 6Eയുമാണ് ഈ മോഡലിന് ബിൽഡിനായി വരുന്നത്. 90 Wh വരുന്ന ബാറ്ററി 10% നിന്ന് 100%ലേക്ക് ചാർജ് ചെയ്യാൻ എടുക്കുന്നത് 1.5 മണിക്കൂറാണ്. ആൻഡ് 330 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് ലാപ്പിൻ്റെ കൂടെ ഈ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹെവി യൂസേജിലെല്ലാം എനിക്കൊരു 2.5 മണിക്കൂറോളം ബാറ്ററി കിട്ടുന്നുണ്ട് ഇതിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു യൂസിന് ഇത് നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. ഓട്ടോകാഡ്, ഫോട്ടോഷോപ്പ്, റെവിറ്റ് പോലുള്ള ഹെവി സോഫ്റ്റ്വെയർസ് എല്ലാം റൺ ചെയ്യാൻ ഇതിന് സിമ്പിളായിട്ട് പറ്റും. തെർമൽസ് എല്ലാം ഓക്കെയാണ്. ഹീറ്റിംഗ് ഇഷ്യൂ ഇതുവരെ തോന്നിയിട്ടില്ല. ഇതിൻ്റെ പ്രോസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ, പെർഫോമൻസ്, ബിൽഡ് ക്വാളിറ്റി എല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കോൺസ് ആയിട്ട് പറയാൻ എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം പറയാനാണെങ്കിൽ ഇത് മാറ്റ് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണിത്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞൊന്ന് തുറന്ന് അടച്ച് കഴിയുമ്പോഴേക്കും ധാരാളം ഫിംഗർ പ്രിൻറ്റ് വന്നത് കാണാൻ പറ്റും. അതാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ അത് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.